ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചൂട് കാലത്തും നോമ്പിനുമൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. പാലും പഞ്ചസാരയും കൂടി നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്തേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 1/4 കപ്പ് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കരുത്. നമ്മൾ പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ കുറുകി വരും. ശേഷം നമുക്ക് ആ പാത്രത്തിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുക്കാം. നമ്മൾ തിളപ്പിച്ചെടുത്ത പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ കൂടുതൽ കുറുകി പോകാൻ ചാൻസ് ഉണ്ട്. ഈ മിക്സ് നല്ലതുപോലെ തണുത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മുന്തിരിയും സ്ട്രോബെറിയും മാതളവും പിന്നെ പച്ചമുന്തിരിയും പഴവും ആപ്പിളുമാണ് ചേർത്ത് കൊടുത്തത്. ഇത്രയും ഫ്രൂട്ട്സ് ചേർക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ചേർത്താലും മതി. പിന്നെ ഇതിൽ നമുക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂട് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.